Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். ஜுவல்ஸ் எடுத்து வரணும்னு சொன்னாரு திருவிழாவுக்கு. அவங்க வீட்டுல இருந்து ஃபார்மாலிட்டிஸ். அது கோயில் திருவிழாக்காக அவங்க எடுத்து வருவாங்க, மறுபடியும் எடுத்து வச்சுப்பாங்க. அப்படிதானே? ஏய், இவங்களுமே நம்ம பார்த்துருக்கோம். நிறைய தமிழ் மூவில இருக்காங்க, பட் பேர் இல்ல. ഇവിടെയല്ലേ ജഗൻ താമസിക്കുന്നത്? ആര്? ജഗൻ, ജഗന്നാഥൻ, ജഗ്ഗു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ആ, ഞാൻ നയൻ, നയൻ താരാദേവൻ. ദാറ്റ്സ് മൈ നെയിം. മോളുടെ പേരെന്താ? മോളോ? എവിടുന്നാ? ഒരുപാട് ദൂരെന്നാ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്ക് അറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായാന്നാ. ഓ സോറി. ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു, മോനു, കുട്ടി, അങ്ങനെയൊക്കെയല്ലേ വിളിക്കൂ. എനിക്ക് മരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ജഗൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? சூரியவம்சம்ல சரத்குமாருக்கு ஃபர்ஸ்ட் லவ் பண்ணுவாருல்ல. കറക്റ്റ് 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 കറക്റ്റ്. ഇതെന്താ ഇത് ക്രാഷ് ലാൻഡിംഗ് ആണല്ലോ? ആ കുട്ടി വിചാരിക്കും ഞാൻ തന്നെ ഉമ്മ വയ്ക്കാന്ന്. അങ്ങനെ ചെയ്യാതെ അങ്ങനെ തോന്നുന്നു. വിട്ടാലല്ലേ മാറാൻ പറ്റൂ. ഓക്കെ. എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ല. വാട്ട് എ സർപ്രൈസ് മാൻ. എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഈസി മാൻ ഈസി. ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ ഞാനിപ്പോ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. എനിക്കൊരു ESP ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. തനിച്ചാ? അബ്സല്യൂട്ട്ലി അലോൺ. അതെ, ஐயோ, ആ വണ്ടിയുടെ അകത്തുനിന്ന് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ, ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും. ഓ ഐ എം സോറി. ഹെൽപ്പ് മീ യാർ. എന്റെ ബാഗേജസ് ഒക്കെ ഒന്ന് എടുക്കാൻ. அசோசாகறாங்க. നയൻ, ഇത് ഉണ്ണിമായ. ആ, ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇത് നയൻ തരാ, എന്റെ ഫ്രണ്ടാ, ബാംഗ്ലൂരിൽ നിന്ന്. ചായ? ഒരു ചായ കിട്ടുമോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. കം. ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. ഹോ, ഇത് நல்லா இருக்கு. വേഷം പത്രാസും തമ്പുരം പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഞാനിപ്പോ കൊടുത്തേനെ കട്ടൻ കാപ്പി. കിണറുവാ കിച്ചണിലിருந்து. ആരാ വന്നേ? ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. 1 ബ്ലാക്ക് കോഫി പ്ലീസ്. എന്ന് വെച്ചാ മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണ ഒരു ഇളക്കക്കാരിയെ. അതുപോലെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. എന്ത് പറ്റി ഈ കുട്ടിക്ക്? പ്രാന്ത്. കാലിന്റെ പെരുവരിലിന്ന് അരിച്ച് കേറുന്നുണ്ട് എനിക്ക്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പറയണമില്ല. കാലം മറക്കിട്ട. ഓ, എന്തൊരു മഹാനു. என் மாமனார் பாக்குற மாதிரியே இருக்கு. எனக்கு அதான் தோணுச்சு. ഞാൻ ഇപ്പഴാ മാറിയത്. ഇയാള് ഞാൻ സമ്മതിച്ചു. ഒരക്ഷരം ഉണ്ടാതെയല്ലേ മുങ്ങിയത്. ഇവിടെ അങ്ങ് സുഖിച്ച് കൂടിയിരിക്കല്ലേ. എങ്ങനെയുണ്ട് എന്റെ കോലം? റിയലി ഗ്രേറ്റ്. തന്റെ ആർക്കിയോളജി ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലമാണ്. കുഴിമാന്തി നോക്കിയാൽ വല്ലതും കിട്ടും. വല്ല ചെമ്പ് തകടോ മൺപാത്രോ. നോ, ഞാൻ ഇതിനെ വളരെ റൊമാൻറ്റിക് ആയി അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ്. കൂടുതൽ ആളുകൾ ഒന്നും പാടില്ല, ഒരാണും ഒരു പെണ്ണും. നീ കോൾഡ് പിടിപ്പിക്കാതെ കേറി വൻ തല തോർത്ത്. തോർത്തി തരുമോ? നീ വാ. ഞാൻ കുളിക്കാൻ വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്തെ കടയിൽ കുളിച്ചോളാം. വേണ്ട, ഇവിടെ കുളിച്ചോളൂ. കുളിച്ചോട്ടിമായ എന്റെ സ്വഭാവം മഹാ ചീത്തയാട്ടോ. இது என்ன இன்ஸ்ட்ருமெண்ட்? வீணை. கிட்டார் தானே அது? வீணையா? ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ, ഒരു മൈസ്ട്രോവിന്റെ കയ്യിന്ന്. ജനറേഷൻസ് പഴക്കമുള്ള പീസാ. കണ്ടപ്പോ ജഗനെ ഓർത്തു, ചോദിച്ച വില കൊടുത്ത് വാങ്ങി. வீணை. മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി പ്രാക്ടീസ് തുടങ്ങണം. എവിടെ സമയം തമ്പുരാന്? ഉത്സവം നടത്തലും അമ്പലം റെനോവേഷനും ഒരുപിടി ജോലികളില്ലേ. അതൊരു സുഖം. സിത്താർ വായനേക്കാളും വലിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജഗൻ, എനിക്ക് തിരുവാതിരക്കളി ലൈവായിട്ട് കാണണം. ഞാൻ പഠിച്ചിട്ടില്ല. നിർബന്ധമാണെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം. Hey, I'm serious. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഉണ്ണിമായോട് പോയി ചോദിക്കേ. அடிக்கிட்டாங்க. ഉണ്ണിമായ. ഇവിടെ വാ. ഇവിടെ വരൂ. ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു കാല് തട്ടി. ഉണ്ണിമായുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഉണ്ണിമായ, എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു. ജഗൻ പറയുന്നു ഉണ്ണിമായോട് ചോദിക്കാൻ. ഈ മിഥുനത്തിലോ? തിരുവാതിര ധനൂല. അപ്പൊ വന്നാ കാണാം. അപ്പൊ പോരാ, എനിക്ക് ഇന്ന് കാണണം. ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത്
നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട്. ഒക്കെ ശരിയാ, പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം. ഓരോന്നിനും ഓരോ നേരം കാലമൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ ജാടയാണ് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ, പാവത്തിന്റെ ഒരു ആഗ്രഹമല്ലേ. വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം. ഉണ്ണിമായ വിചാരിച്ച നടക്കും. எத்தனை பேர் டான்ஸ் ஆடி இருக்கேன். அப்படியா? ஆமா, எனக்கு சொல்லி கொடுத்தாங்க. நாங்க ஒரு கேம்ப் போயிருந்தோம், ரோவர் ரேஞ்சர்ஸ் 12th ஸ்டாண்டர்ட்ல. அப்ப விளக்கு சுத்தி ஏதோ டான்ஸ் ஆடி. இப்ப சுத்தி டான்ஸ் பண்ணுவாங்க. ம்ஹும். இந்த மாதிரி இல்ல, நான் பார்த்தது வேற ஏதோ மாதிரி. இதோ இது மாதிரி தான் ஏதோ. அப்பா கண்ணை பார்த்து தேடி நிக்கிறோம். முன்னக்கண்ணி இப்படிதான் திட்டினாரு. கண்ணை பார்த்தாலே பயமா இருக்கு. உங்க போதைக்கு நான் ஊருக்காயடா டென்ஷன் ஆகி நீ பாட்ட போது. എല്ലാരും പൊയ്ക്കോളൂ, അത്രയും മതി. അയ്യോ, നല്ല സ്റ്റൈലായിട്ട് വന്നപ്പോഴാ എന്തിനാ നിർത്തിയേ? നേരം കുറച്ചായി. ഇവരെയൊക്കെ വീട്ടിൽ തിരക്കും. ഇവരൊന്നും ഈ തൊഴിലും കൊണ്ട് നടക്കണവരല്ല. കൊതി മാറാൻ മാത്രം കണ്ടില്ലേ? அவருக்கு புரிஞ்சிருச்சு தானே. ആ പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ. ബംഗളൂരിൽ നിന്നൊരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക. ശിവശിവ തൊഴുതു മിടിക്കേ, തന്റെ ഇടം തന്നെയാണേ. ഇത് തന്റേടൊന്നും അല്ല, തല്ലുള്ളിത്തരം. കാശിന്റെ ഹുങ്ക കുഴഞ്ഞാട്ടക്കാരിയുടെ. നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസർഗം ഉണ്ടാവില്ലല്ലോ. എങ്കടാ അതെ, മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാൻ പോവുക. എന്താ പോരണോ? ഇത്തിരി കുശുമ്പില്ലേ വാക്കിലെന്നൊരു സംശയം ഉണ്ടാവണല്ലോ. വർഗം പെണ്ണല്ലേ ശിവശിവ. പെണ്ണല്ലേ. நல்ல காம்பா பாருங்க ரெண்டு பேரும். ஆமா. കുടിക്കാൻ വെള്ളം. താങ്ക്സ് ഉണ്ണി. ഈ കിടക്കി വരി മാറ്റി വിരിക്കാം. ഗുഡ്. എനിക്ക് സ്ഥിരം ഉറങ്ങണ സ്ഥലത്ത് കിടന്നില്ലാച്ചാ ഉറക്കം വരില്ല. എന്താ ചെയ്യാ? നിങ്ങളെ ഒറ്റയ്ക്ക് കിടത്താൻ വയ്യല്ലോ. അയ്യോ, எனக்கு அதே பிரச்சனை தான். എനിക്കതാ ഇഷ്ടം. അയ്യോ, അത് വേണ്ട. പരിചയമില്ലാത്ത സ്ഥലല്ലേ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കിടന്നോളാം. അയ്യോ വേണ്ട, ഞാൻ തനിച്ച് കിടന്നോളാം. അല്ല, അത് ഒറ്റയ്ക്ക്. ഹായ്, മഴ. ஐயோ ആ, அவங்க சின்ன பொண்ணா இருக்காங்க, ஆனா அவங்க இதெல்லாம் வந்து பெருசா react பண்றாங்க. മുമ്പ് കണ്ടിട്ടില്ലേ? വെക്കല്ലേ, എന്റെ വരവ് ആഘോഷിക്കാവും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ ഋഷ്യശൃംഗന്റെ കഥ? പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ. ഇത് ഋഷ്യശൃംഗയാണ്. നയൻതാര ഋഷ്യശൃംഗ. ആ കഥയില് ഒരാട്ടക്കാരി പെണ്ണുണ്ട്, ദേവദാസി. ഋഷ്യശൃംഗനെ കൊണ്ടുപോകാൻ വന്ന മായക്കാരി. ഉവ്വ്, ഞാൻ അതാവുന്നാണോ? ആണെന്ന് പറയണില്ല. പറഞ്ഞാലും നോ പ്രോബ്ലം. ഋഷ്യശൃംഗനെ കൊണ്ടുപോവാൻ അനുവദിച്ചാ മതി. എന്താ? வெறுப்பேத்தி பாக்குறாங்க அவங்கள. എന്താണ് അന്തർജനം? ഉറങ്ങിയില്ല? ഭയങ്കര ലാത്തിയടിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ. ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി. ഏയ് ജഗൻ, ഉറങ്ങരുത്. ഞാൻ മുറിയിലേക്ക് വരാം, എനിക്ക് സംസാരിക്കാൻ. ஐயோ ஐயோ வெறுப்பேத்தி பாக்குறாங்க. எல்லாம் மீறி போறீங்க. അതെ, ഇവിടെ തനിച്ച് കിടന്ന പേടിക്കൂട്ടോ. തൂങ്ങി മരിച്ച പഴയ ഒരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. സത്യ പറയണേ? ആണോ? ആ, എന്നാലേ എനിക്ക് പ്രേതത്തിനെ ഭയങ്കര ഇഷ്ടാ. അതും തമ്പുരാൻ പ്രേതാമോ കൂടുതൽ. ഉണ്ണിമായി പൊയ്ക്കോ, രാവിലെ ഞാൻ പറഞ്ഞു തരാം എക്സ്പീരിയൻസ്. ഇപ്പൊ പൊയ്ക്കോളൂ കേട്ടോ. ஏன்பா சோதிச்சு பாக்குறீங்க அவங்கள? കമാൺ, എന്താ പതിവില്ലാത്ത സ്റ്റാർട്ടിങ് ട്രബിൾ? പറയടോ. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ഓക്കെ, എന്റെ അച്ഛനെ അറിയാലോ ജഗന്ന. യെസ്. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഇത്രയും ലിബറൽ ആയ, ജനറസ് ആയ, ലവബിളായ അച്ഛനെ കിട്ടില്ല ആർക്കും. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല. എനിക്ക് ആബ്സല്യൂട്ട് ഫ്രീഡം തന്നു. എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം. കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എടുത്തിട്ടു. എന്റെ വിവാഹം. അച്ഛന് പ്രായം കൂടി വരുന്നു. എനിക്കും ആരെ വേണമെങ്കിലും മാരി ചെയ്യാം. അച്ഛൻ എതിർപ്പില്ല, പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം. അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം, ഞാൻ ഓർത്തപ്പോ ഹീസ് റൈറ്റ്,
സെറ്റിൽഡ് ആവാൻ ടൈമൊക്കെ ആയി. പക്ഷെ ആര്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ശരി. ആരും പ്രേമിച്ചിട്ടില്ല, ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ. വാട്ട് യു തിങ്ക് ജഗൻ? അയ്യോ. ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം വിവാഹത്തിന്റെ ആലോചനയുമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പാ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത്. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യില്, അത് മുഴുവൻ എനിക്കാ. ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം, വേണമെങ്കിൽ നമ്മുടെ ഉണ്ണിമായ്ക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജഗന്റെ ഫേവറേറ്റ് പ്ലേസ് അല്ലേ പാരീസ്, പാരീസിൽ സെറ്റിൽ ചെയ്യാം. എവിടെ വേണമെങ്കിലും, എനിവേ ഇൻ ദിസ് വേൾഡ്. പാരീസിനെ, വിയന്നെ, യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇത്? ഇപ്പൊ എനിക്കിഷ്ടം ഈ കണിമംഗലമാണ്, ഈ കോവിലകമാണ്. ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും. നയൻ, എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട്. ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത്. തുടക്കത്തിൽ വെറും ഒരു യാത്ര, പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ് എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാൻ ഇവിടം വിടുമായിരിക്കും. പക്ഷെ അന്ന് എന്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. അവൾ അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു, നയൻ, പ്രേമിക്കുന്നു. മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇവங்களுக்கு ഡിസപ്പോയിന്റ് ആയിடுச்சு. அதுக்கு என்ன பண்ணுங்க? നയൻ, ഉണ്ണിമായ അതെ, അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല, ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. മൈ കൺഗ്രാറ്റ്സ് ജഗൻ. ஆஹா. இப்ப இவங்களுக்கு மழை பெய்ய ஆரம்பிச்சிருச்சு. என்ன ரெட்டா இருக்கு மேல? தெரியலையே. സുഖാണോ കുട്ടി? ആളുകൾ വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കണില്ലായിരുന്നെങ്കിൽ ഞാൻ വളർത്തേണ്ട കുട്ടിയാ നീ. ഇന്ന് കാണാൻ കിട്ടിയത് എന്നെ ഭാഗ്യം. അറിഞ്ഞാ തല എടുക്കും ഏട്ടൻ. നിനക്കെന്താ മോളെ വേണ്ടേ? പറയും. ഒന്നും വേണ്ട. എനിക്കൊരു കാര്യം എന്തെങ്കിലും കാണുമ്പോ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മ അറിയുവാരാന്ന്? ഇല്ല, അറിയില്ല. ഞാനാന്ന് കരുതിക്കോളൂ. എന്റെ മോളാ നീ. സന്തോഷായി. കൊണ്ടേ കാണിക്കാൻ സന്മനസ് കാട്ടിയല്ലോ. ഈ കുട്ടിയെ ഇവൾക്ക് ആരുമില്ല. അറിയാം, എനിക്കും ആരുമില്ല. ഞാൻ കൈവിടില്ല. കൃഷ്ണ, അത് കേട്ടാ മതി. ഞാൻ പോണു മോളെ. എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഓർത്തിട്ട് വേണ്ട, നിന്നെ കാണാനെങ്കിലും തിരിച്ചു വരാൻ നിന്റെ അച്ഛന് തോന്നാൻ. അതിന് ജീവനോടുണ്ടോ ആവോ? കാണണ്ട, ഉണ്ടെന്നറിഞ്ഞാ മതിയായിരുന്നു. പോട്ടെ. ஏதோ ஒரு மிஸ்டேக் இருக்கு. ஏன் அப்படி பாக்குறாரு?
കല്യാണத்துക്കോ? നല്ല മുഖപരിചയം, എവിടെയോ കണ്ട് മറന്ന പോലെ. ഇല്ല, വഴിയില്ല. ഞാൻ ഈ നാട്ടിലാദ്യ. ഈ നാട്ടിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രായശ്യ ഉണ്ടെങ്കിലും ബുദ്ധി പിഴക്കില്ല, ഓർമ്മ തെറ്റില്ല. ആ, ഒന്നിനെ രണ്ടായി കാണാം. സർവം മായ, ജഗത് മിഥ്യ. വിഘ്നം കണ്ട ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹം ഭേദിച്ചിട്ടുണ്ട് അഭിമന്യു. പകരം തന്റെ പ്രാണം കൊടുത്തു. അത് കഥാന്ത്യം. ഇവിടെ അത് വേണ്ടിവരുന്നല്ല. പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും. തമ്പുരാനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുന്നിൽ അത്യാളുണ്ടെങ്കിൽ പിന്നിൽ കണിമംഗലത്താര് മുഴുവൻ ഉണ്ടാവും. ഇദ്ദേഹമാണോ? ഒരു ബ്രാഹ്മണനെയാണ് പ്രശ്നത്തിൽ കാണുന്നത്. ആ, അങ്ങനെ ഒരാൾ ഇനിയും വന്നുകൂടായില്ലല്ലോ അല്ലേ? ജ്യോതിഷം ശാസ്ത്രമാണ്, ദൈവദത്തമായ ശാസ്ത്രം. കണക്കുകളാണ്. ആ, കണക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. കൊളപ്പുള്ളി അപ്പൻ തിരുവാഭരണം വിട്ടുതരണ്ടേ? വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രമിക്കാം. അത് ആത്മവിശ്വാസം. നല്ലതാണ്, ഞാൻ തടസ്സം പറയില്ല. പൂജകള്, പരിഹാരക്രിയകള് ഒരുപാടുണ്ട്. ഞാൻ കുറിച്ചു തരാം. യഥാവിധി ചെയ്യണം. ബ്രഹ്മഹത്യ ഉണ്ട് എഴുത്തച്ഛൻ, അതിന് പരിഹാരക്രിയ നടത്തണം. പൂവള്ളി പൂവ് ആത്മാഹുതി ആണെങ്കിലും ഒരു തരത്തില് കൊന്നത് തന്നെയാ. അപ്പനും ദത്തനും തമ്മിൽ നടന്ന കളിക്കിടയിൽപ്പെട്ട് ശീവേലിക്കല്ലിൽ തലതല്ലി ചത്ത പാവം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ആത്മാവ് ഇവിടുത്തെ മണ്ണിലും കാറ്റിലും ഉണ്ട്. അതിന് ശാന്തി, നിത്യശാന്തി കിട്ടണം. ചെയ്യാം, എല്ലാ കർമ്മങ്ങളും ചെയ്യാം. നടന്നിருக்குப்பா இங்க இதுக்கு முன்னாடி. ചെങ്കളം മാധവൻ. ஏய், ஆஹா ஜோஸ். ഗിരിക്കടൻ ജോസ് ഇങ്ങേയുമാ? മാധവ തമ്പുരാൻ, താൻ വന്നു അല്ലേ? മതി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു തമ്പുരാൻ. കൊളപ്പുള്ളി കളരിമുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലിവീഴ്ത്തി. തന്നെ പോലുള്ള മിടുക്കന്മാര് പയറ്റി തെളിഞ്ഞ കളരിയായത്. എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് ബോധ്യമായോണ്ടാ തന്റെ വിളിച്ചു വരുത്തിയത്. അവനൊന്ന് കാണാൻ തന്നെ തമ്പുരാൻ ഞാൻ വന്ന്. വൈകണ്ട, തല്ലി പദം വരുത്തണം. നാട്ടിൽ നിർത്തരുത്, ഓടിക്കണം, തല്ലി ഓടിക്കണം. വേണോച്ച കൊല്ലാൻ തമ്പുരാൻ. കൊളപ്പുള്ളി ഉമ്മർത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ. ചെല്ലേ, തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി. கிரிக்காடன் ஜோஸ் நம்ம ஏற்கனவே வாங்கியிருக்கோம். இதோ வந்து விட்டார். ഞാനും കൂടെ കൂടട്ടെ കളിക്ക്? ചുമ്മാ சும்மா കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ അപ്പൊ കളി വലിയവരുടേതായില്ലേ? ആവും. ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട, ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോടാ, ചെങ്കളം മാധവ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്. ഞാൻ എത്തും. லேஸ் ரெடி பண்ணி வந்து அடிக்கிறேன்னு சொல்லியிருக்காரு. ஆஹா கேப். ஏய், பயங்கரமா இருக்காரு. இப்ப நம்ம பாத்துருக்கோம்ப்பா. என்ன வரிசையா இப்ப நிக்குது. இவெல்லாம் ஒரு ஆளா வரானா ஊரே கூட்டு வந்திருக்கான். பட் பரவாயில்ல, அடிச்சிட்டாரு. கிரிக்காடன் ஜோஸ் ஆளெல்லாம் 6 அடி இருக்காருப்பா. தானே பொட்டு வேற இப்படியே சுட்டுறாங்க அவருக்கு. நீட்டமா இல்ல கூப்பிட்டு வர அடிச்சிட்டாரு. சும்மா இவங்கெல்லாம் ஏன் தெரியுமா இப்ப வந்திருக்காங்க? வார்ம் அப் பண்றதுக்கு. அவருக்கு வார்ம் அப் இவங்கெல்லாம். இவர் கால் வச்சு இப்படி சும்மா தட்டுறாருப்பா. அவ்வளவுதான். மாட்டு வண்டி ஐயோ, அதை வச்சு அடிச்சா அவ்வளவுதான் தெரியுமா? எனர்ஜி ட்ரிங்க். கீரிக்காடன் ஜூஸ்ங்கிறது அவருக்கு ஏத்த பேருப்பா. ஆமா, நல்லா இருந்துச்சு. நம்ம எல்லா கேரக்டருக்கும் ஒரு பேர் வச்சிட்டோம். இதோட இது எத்தனாவது படம் இது மாதிரி?
மூணாவது படம் ஆரம்பிச்சிருப்பா ஆரம்பிச்சிருப்பா. அதுதான். இந்த டைம் ஃபுல்லா கை தான் போட் லாக் பண்ணிட்டார். ചെങ്കളം മാധവ കളി കണിമംഗലത്ത് വേണ്ട കൊന്നുകളയും നിന്നെ. கிரீடம், நரசிம்மம், இதுக்கப்புறம் இங்க എന്താ പ്രശ്നം? വരാൻ പോകുന്ന കളിയുടെ ഒരു റിഹേഴ്സൽ ഫൈനൽ അടുത്തുണ്ടാവും. ഞാൻ അറിയിക്കാൻ വരണം. ഈ വരാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാ ചുമ്മാ എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഉത്സവം നടത്തല? ഈ ഇട്ടാവട്ട നാട്ടില് എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന്? അല്ല, നിർബന്ധാച്ചായിക്കോളൂ. പക്ഷെ അതിനകത്തേക്ക് കലക്ടറേയും മജിസ്ട്രേറ്റിനും ഒക്കെ വലിച്ചടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ, ഞങ്ങൾ അതിനിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാവുകയും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. 1-2 തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പറഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പുവരാൻ കഴിയോ? എനിക്കറിയാലോ, ഡൽഹി അല്ലേ? അതെ, എനിക്കങ്ങോട്ട് എടോ താൻ മറന്നു. എടോ ജയഞ്ഞൂലുണ്ടായിരുന്ന പഴയ കോങ്ങാട്ടുകാരൻ ഈശ്വരനുണ്ണി. സോറി സാർ. അത് കള. താനെന്താ ഇവിടെ? ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആർട്ട് ചാനൽ നടത്തിയിരുന്നത്. അതെല്ലാം വിട്ടു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക. നമ്മുടെ റൂറൽ SP അശോക് കുമാർ മിടുക്കനാണ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. തനിക്ക് പറ്റും. ഈ തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത്. അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു 2 കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ. നിങ്ങളുടെ മുഖത്തെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ? വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽപ്പെട്ട ഒഡ്യാണം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നെന്നും അത് നിങ്ങളുടെ അളിയൻ ദത്തൻ തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ, കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ട്രെയിനർ ആയിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായല്ലോ. വർഷം 3 കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? നുണ, ശുദ്ധ നുണ. എന്തായി പറയണേ? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും കുത്തിപ്പൊക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. அவர் சொன்ன போலீஸ் இவர் தானே. அப்ப பல வேலைகளை பார்த்துட்டு தான் உட்காந்துட்டு இருக்காரு அவரு. അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു. മീറ്റിംഗിന് വന്നില്ല. ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരീരസുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല. അവന്റെ ശരീരത്തിന് അസുഖം ഞാൻ മാറ്റി കൊടുക്കാം. മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. കൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക്. നന്ദി വാക്ക് വേണ്ടടോ. ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോ എന്ന് സംശയം. കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല. കമ്മശം അല്ല നമ്മൾ കളി പുറത്തു നിന്ന് കാണും. വണ്ടിയുടെ വാ. സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ? തീരെ അങ്ങോട്ട് വയ്യാത്തൊരു ക്ഷീണം. അതുകൊണ്ടാ ഞാൻ. ഏയ് അതൊന്നും സാരമില്ല തമ്പുരാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. പക്ഷേ കളക്ടർ സാറിന് മുഷിവ് തോന്നരുത്. അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല. ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ? ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഉറപ്പു തരണു ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കമഷം പോവാം. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോർട്ടിലെ ആളാ. കേട്ട് കാണും. സുഖദേവ് സിംഗ്. ഒരു സിറ്റിങ്ങിന് 1 ലക്ഷം രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക. എനിക്ക് ചിലത് പറയാനുണ്ട്. സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം. സ്ത്രീകൾ ഉമ്മർത്ത് വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കലക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ. തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പൻ തമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കും. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ചാപോറ്റി പറയരുത്. ഏട്ടനെ ധിക്കരിച്ചൊന്നും നേടാനല്ല. ആ ഉത്സവം നടക്കണം. എനിക്ക് അതേ ഉള്ളൂ. തമ്പുരാൻ,
ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട്ടി പറഞ്ഞൊന്നും അങ്ങോട്ട് തലേ കയറിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും. ஜுவல்ஸ்ல ஏதோ இருக்கு. திருடிட்டு ஏதோ யார் மேலே பழிய போட்டு கொண்டுட்டாரு நினைக்கிறேன். വീട്ടൊന്നും എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ. ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങള്. എന്റേത് നിങ്ങളേന്നൊരു കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ. ആദ്യം ദിവസങ്ങളില്ല. யானையை படக்க முடுக்கொண்டு பண்ணிட்டு அந்த கோயில் திருவிழா எப்படி நின்றுக்குங்கிறது தெரிஞ்சாதான் நமக்கு இதுல உள்ள மிஸ்ட்ரி புரியும். கரெக்டா? அது வந்துட்டு அவங்களுக்கும் தெரிஞ்சிருக்கு. ஸ்ரீவித்யாவுக்கும் அதுல ஏதோ சம்திங் தெரிஞ்சிருக்கு. இது வந்து மறுபடியும் அந்த இவருக்கு பாடுற வாய்ஸ் இல்ல, இது இவருக்காக இருக்கும்ல அந்த வாய்ஸ். வந்திருக்கிறதுக்கான பர்பஸே தான் நினைக்கிறேன். കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ എന്നാ വൈകണ്ട. എന്താ ഇത്? എന്താ പിന്നെ വന്നവൻ ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കോളാ. അല്ല തിരുമേനി വരിക, കൊളക്കറയിൽ വരിക, ഒരു സൂത്രം കാട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കും എല്ലാരും ചേർന്ന്. കോണകവാലിന്റെ അറ്റത്തെത്തി ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? അല്ല ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനി ഒന്ന് കാണണം. ഞങ്ങളെ കണിമംഗലത്ത് നിന്ന്. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ. ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ. എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ കടുംപിടുത്ത ആ വകയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ. ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാ. എല്ലാരും വരിക, അകത്തേക്ക് വരിക. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളിയിൽ எங்க திரும்பி போச்சுன்றாங்களா? കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ. അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണി. അത് തലയിൽ വാങ്ങാൻ ഇവിടുന്ന് ആരും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരുത്തലാവോ അത്? അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല. മാത്രല്ല ഈ ഇല്ലത്തുനിന്ന് തന്നെ വേണ്ടേ? എനിക്കറിയാം, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ എന്നാ പിന്നെ അതിനേക്കാട് തന്നെ ശാന്തി അങ്ങോട്ട് നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞോളൂ. നേരം സന്ധ്യ, എനിക്ക് കുളിയും തേവാറുണ്ട്. ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പോയിട്ട് വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഇറങ്ങിക്കോളുക. കാരണവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ അല്ലേ? എന്താ ചെയ്യാ? അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ? സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? എന്താ ബാപ്പു ചേട്ടോട് ഇങ്ങോട്ട് വേണ്ട. ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? ചപ്പെന്നുള്ള വിളിയാ ബാക്കി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കണവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിൽ ഒരു വിത്ത് മതി ഞങ്ങൾക്ക്. വണ്ടി എടുക്കണം. ஐயோ என்ன விட்டாங்க. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாடல சந்திப்போம். பை பை.